ഇന്നത്തെ ക്ലാസ് CISC ആൻഡ് RISC ആർക്കിടെക്ചറാണ്. ഓക്കെ, സോ കഴിഞ്ഞ നമ്മൾ ന്യൂമൻ ആർക്കിടെക്ചർ, ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് CISC എന്താണ്, RISC എന്താണെന്ന് നോക്കാം. വാട്ട് മീൻ ബൈ RISC ആൻഡ് CISC. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നപ്പോൾ 3 കാറ്റഗറീസ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പറഞ്ഞിരുന്നു. ആർക്കിടെക്ചറിൻ്റെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് സിസ്റ്റം ഡിസൈനാണെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ ആർക്കിടെക്ചർ, ഈ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരിക. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. ഓക്കെ, how the instruction is defined, how the instruction is going to execute within the architecture. അതിൻ്റെ ബേസിൽ ആണ് നമ്മൾ ഇന്നത്തെ CISC ആൻഡ് RISC ആർക്കിടെക്ചർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഡിസ്ക്രൈബ്സ് ദ അബ്സ്ട്രാക്റ്റ് മോഡൽ ഓഫ് എ കമ്പ്യൂട്ടർ. നമ്മൾ എന്താണ് ബേസിക് ഡെഫിനേഷനാണ് എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് വിത്തിൻ ഇറ്റ്സ് ആർക്കിടെക്ചർ. ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഒരു പ്രോസസ്സർ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആർക്കിടെക്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന് അനുസരിച്ചാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ വരുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ISA ഡിഫൈൻസ് ആ സപ്പോർട്ട് ഡാറ്റ ടൈപ്സ്. എന്തൊക്കെ ഡാറ്റ ടൈപ്സാണ് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്, രജിസ്റ്റേഴ്സ് എന്തൊക്കെ ഹൗ മെനി ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ദ ഹാർഡ്വെയർ സപ്പോർട്ട് ഫോർ മാനേജിങ് മെയിൻ മെമ്മറി, fundamental features such as memory consistency, addressing modes, virtual memory, etc., and the IO model of a family of implementation of the ISA. Okay, so different input models ne kurichum memory management and addressing modes തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിൽ വരിക. Okay, just introduction ആണ്. Then based on instruction set architecture, there are 2 modes of a computer architecture, 2 models of computer architecture. So ISAയുടെ ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ ISA എങ്ങനെയാണെന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 മോഡലുണ്ട്. ആ മോഡലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CISC കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആൻഡ് RISC റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. സോ CISC RISC എന്ന് പറയുന്നത്, CISC കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്, RISC എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. സോ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടേംസാണ് CISC ആൻഡ് RISC. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 1 by 1 നോക്കാം. എന്താണ് CISC എന്ന് പറയുന്നത്, CISC ആർക്കിടെക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, it's a computer architecture in which single instructions can execute several low-level operations such as load from memory, arithmetic operations, and a memory store. Okay, so ഒരു കമ്പ്യൂട്ടർ, ഒരു പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ്റെ ഒരു എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഓപ്പറാൻസിനെ മെമ്മറിയിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യണം. ദെൻ ആ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡേറ്റയെ വെച്ചിട്ട് നമ്മളുടെ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഒരു ALU യൂണിറ്റ് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യും. ദെൻ അതിൻ്റെ റിസൾട്ട് ഒരു മെമ്മറി യൂണിറ്റിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു ബേസിക്കായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരിക. സോ ഈ 3 കാര്യങ്ങളും ലോഡ് ഫ്രം ദ മെമ്മറി, ലോഡ് ദ ഡാറ്റ ഫ്രം ദ മെമ്മറി, പെർഫോം ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ ദ ലോഡഡ് ഡാറ്റ, ആൻഡ് ദ റിസൾട്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ആർക്കിടെക്ചർ ഇൻറ്റേർണലി ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മളുടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. കോംപ്ലക്സ് ആണ്, എൻ്റെ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. Okay, there are going to be these single instruction is going to do these many operations as what you call load or access, get the data from the external memory and perform the arithmetic operation what is intended by the instruction to, then put the result back into the memory. Okay, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതാണ് നമ്മളുടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. They are capable of multi-step operations or addressing modes within single instruction. ഒറ്റ ഇൻസ്ട്രക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ അകത്ത് ചെയ്തു വച്ചിരിക്കുന്ന ഹാർഡ്വെയർ പാർട്ട് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരിക്കും.
വെൽ നോൺ മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ നമുക്ക് ഇതുവരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ഏതൊക്കെയാണ്? മോട്ടറോള 6800, 6809, 68000 ഫാമിലീസ്, ഇൻറ്റൽ 8081 ആൻഡ് x86 ഫാമിലി. ആദ്യകാലത്തെ മൈക്രോ പ്രോസസ്സറാണ് 8085 മുമ്പുണ്ടായ മൈക്രോ പ്രോസസ്സറാണ് 8081 എന്ന് പറയുന്നത്. അതുപോലെ 8086 എന്ന് പറയുന്ന ഫാമിലിയൊക്കെ ഈ എന്തിലാണ്? സിസ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സിലോഗ് എന്ന് പറയുന്ന കമ്പനി അവരുടെ മൈക്രോ പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നത് സിസ്കിലാണ്. നാഷണൽ സെമി കണ്ടക്ടേഴ്സ് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് DSP പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നത് സിസ്കിലാണ്. ഇൻറ്റൽ 80 നമ്മൾ പഠിച്ച മൈക്രോ കൺട്രോളർ 51 ഫാമിലീസ് എല്ലാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആർക്കിടെക്ചർ ഈ സിസ്കാണ്. സോ ഇത്രയും പ്രോസസ്സേഴ്സ് നമ്മൾക്ക് അറിയാവുന്ന ഈ പ്രോസസ്സേഴ്സ് എല്ലാം കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിൽ വരുന്ന ആർക്കിടെക്ചറാണ്, സിസ്ക് ആർക്കിടെക്ചറാണ്. ഓക്കെ, എന്താണ് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. സോ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ ഇൻ വിച്ച് സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് ക്യാൻ എക്സിക്യൂട്ട് സെവറൽ ലോ ലെവൽ ഓപ്പറേഷൻസ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ലോ ലെവൽസ് മെനി ഓപ്പറേഷൻസ് ക്യാൻ ഗോ ഇൻ വൺ ഇൻസ്ട്രക്ഷൻ. ദേ ആർ കേപ്പബിൾ ഓഫ് മൾട്ടി സ്റ്റെപ്പ് ഓപ്പറേഷൻസ് ഓർ അഡ്രസ്സിംഗ് മോഡ്സ് വിത്തിൻ എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ. ഹാസ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ്. ദിസ് ഇൻസ്ട്രക്ഷൻസ് ഈസ് ഗോയിങ് ടു ബി എ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കോംപ്ലക്സ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കില്ല. ഓപ്പറേഷൻസ് ഓൾസോ കോംപ്ലക്സ്. വേരിയബിൾ ലെങ്ത് എൻകോഡിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഇൻസ്ട്രക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ച് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, 16 ബിറ്റുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകാം, 32 ബിറ്റുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകാം. അങ്ങനെ ഡിഫറെൻ്റ് സൈസുള്ള ഡിഫറെൻ്റ് വേർഡ് ലെങ്ത് ഉള്ള മൈക്രോ പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും സിസ്കിൽ ഉള്ളത്. Then instruction execution takes a varying number of clock cycles. So നമ്മൾ varying length ആണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു, varying length ആണെന്ന് പറഞ്ഞു. സോ varying length അനുസരിച്ച് varying number of clock cycles ആയിരിക്കും. സോ നമ്മളുടെ ക്ലോക്ക് സൈക്കിൾസിൻ്റെ 3 or 4 അല്ലെങ്കിൽ മോർ ദാൻ ഇപ്പോൾ നമ്മൾ 805 എടുത്ത് കഴിഞ്ഞാൽ 12 സൈക്കിൾസ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് വേരിയിങ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് ആണ് നമ്മളുടെ സിസ്ക് ആർക്കിടെക്ചർ എടുക്കുന്നത്. ദെൻ ലാർജ് നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് for the operations and instructions. The CISC computer generally requires fewer instructions than RISC computer to perform the computation. So RISC reduced instructions set computer നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾക്ക് സിസ്ക് ആർക്കിടെക്ചറിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ MUL എന്ന് പറയുന്ന ഒറ്റ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് MUL A, B എന്ന് പറയുന്ന ഒറ്റ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് എയിലെയും ബിയിലെയും കണ്ടന്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതേ സംഭവം ഇതേ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരു റിസ്കിലാണെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ റിസ്ക് ആർക്കിടെക്ചറിൽ വളരെ കുറവായിരിക്കും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ചെയ്യേണ്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എയും ബിയിലേക്കും ഡാറ്റ നമ്മൾ ലോഡ് ചെയ്യേണ്ടി വരും. ദെൻ റിപ്പീറ്റഡ് അഡീഷനോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സോ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഡാറ്റയെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം സിസ്ക് ആർക്കിടെക്ചറിൽ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതേസമയം സെയിം ഇൻസ്ട്രക്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്കൊരു റിസ്കിൽ ചെയ്യണമെങ്കിൽ 4 or 5 പ്രോഗ്രാം കമാൻഡ്സ് എഴുതേണ്ടി വരും. ഓക്കെ, സോ നമ്മളുടെ കമ്പൈലർ സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാം കോഡിൻ്റെ സൈസ് സ്മോൾ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. സിസ്ക് ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർക്കിടെക്ചേഴ്സിൻ്റെ കമ്പൈലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കോഡിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും വെൻ കമ്പയർഡ് ടു റിസ്ക് ആർക്കിടെക്ചർ കമ്പൈലേഴ്സ്. ഓക്കെ, സോ പ്രോഗ്രാം ചെറുതായതുകൊണ്ട് അതിനാവശ്യമായി വരുന്ന മെമ്മറി സ്പേസ്, പ്രോഗ്രാം കോഡിൻ്റെ മെമ്മറി സ്പേസും വളരെ കുറവായിരിക്കും. സോ ഇനീഷ്യൽ ജനറേഷനിലെ പ്രോസസ്സേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് അവരുടെ മെമ്മറി എന്ന് പറയുന്നത് റോമിൻ്റെയും റാമിൻ്റെയും എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. എക്സ്പെൻസീവ് മെമ്മറി ആയിരുന്നു അതിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം നമ്മളുടെ VLSI ടെക്നോളജി ഒന്നും അത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ മെമ്മറി ഈവൻ 16 കിലോബൈറ്റ്സ് അല്ലെങ്കിൽ 8 കിലോബൈറ്റ്സ് ഓഫ് റോം എന്നൊക്കെ പറയുന്നത് വളരെയധികം വിലയുള്ള ഒരു സംഭവമായിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ദെൻ ലേറ്റർ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ സിസ്കിൻ്റെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ആ സമയമായപ്പോഴേക്കും മെമ്മറി അല്ലെങ്കിൽ മെമ്മറിയുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ചീപ്പായിട്ട് മാറി. 15-20 ടൈംസ് ലെസ് ഒക്കെ ആയിട്ട് മാറി അതിൻ്റെ എക്സ്പെൻസ്.
ഓക്കെ, സോ നമ്മൾക്ക് CISC ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സേഴ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ സൈസ് കുറവായതുകൊണ്ട് അതിൻ്റെ പ്രോഗ്രാം ലോഡ് ചെയ്യാനുള്ള മെമ്മറിയും നമുക്ക് കുറച്ച് മതിയായിരുന്നു. സോ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ ക്രൈറ്റീരിയ, അതായിരുന്നു ട്രേഡ് ഓഫ്. ആ ഒറ്റ ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ആർക്കിടെക്ചറാണ് CISC എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോംപ്ലക്സിറ്റി, ഡിസൈൻ കോംപ്ലക്സിറ്റി, അവരുടെ റിസ്ക് എല്ലാം എടുത്തുകൊണ്ട് എക്സ്പെൻസീവായ മെമ്മറിയുടെ സൈസ് കുറയ്ക്കുക എന്നുള്ള ഒറ്റ എയിമിലാണ് നമ്മളുടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. Okay, then instruction execution takes a varying number of clock cycles. Arithmetic and other instructions may read the inputs from or write their outputs to memory system. So നമ്മൾ arithmetic operations എല്ലാം CISC-ൽ അതിൻ്റെ ഓപ്പറാൻസ് ഡാറ്റ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഡാറ്റ മെമ്മറിയിലേക്ക് നമ്മൾ ഔട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. ഇൻ അഡീഷൻ ടു യൂസ് ഓഫ് GPRS ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ബൈ ഫയൽ arithmetic and other instructions. So GPRS ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻസ് അതിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ കൂടാതെ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നും ഡാറ്റ എടുക്കുകയും എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മളുടെ CISC ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സിൻസ് ലെസ്, അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. സിൻസ് ലെസ് പ്രോഗ്രാം മെമ്മറി സൈസ് ഇറ്റ്സ് എക്സിക്യൂഷൻ നീഡ്സ് ലെസ് റാം. സോ റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലാണ്. നമ്മൾക്കറിയാം 8051 പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് റാം എന്ന് പറയുന്നത് 128 ബൈറ്റ്സ് ഓഫ് റാം ആയിരുന്നു. അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു CISC ആർക്കിടെക്ചറാണ്. സോ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് അതിൻ്റെ അകത്ത് നമുക്ക് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് ആ ലെസ് മെമ്മറി കൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ മെമ്മറിയുടെ സൈസ് കുറവായതുകൊണ്ട് അതിന് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ റാമിൻ്റെ സൈസും വളരെ കുറച്ച് മതിയായിരുന്നു. സോ റാമും റോമും സേവ് ചെയ്യുക എന്നുള്ള പർപ്പസാണ് CISC സ്ട്രക്ചർ സയൻറ്റിസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള കാരണം. സോ ലെസ് മെമ്മറി മതി, പ്രോഗ്രാം മെമ്മറി ആൻഡ് റാം മെമ്മറി മതി എന്നുള്ളതാണ് CISC ആർക്കിടെക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. Then hardware architecture required to implement the CISC processor is more complex. കാരണം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഓപ്പറേഷൻ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നതായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ വർക്ക് എല്ലാം ചെയ്യണമെങ്കിൽ അത്രമാത്രം അസോസിയേറ്റഡ് സർക്യൂട്ടറിയും നമ്മൾ പ്രോസസ്സറിൽ ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകണം. സോ അങ്ങനെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ അതിൻ്റെതായ റിക്വയർമെൻറ്റ് സപ്പോർട്ടിങ് ഹാർഡ്വെയർസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഹാർഡ്വെയർ പാർട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കും. സോ ഇറ്റ് കൺസ്യൂംസ് മോർ ചിപ്പ് ഏരിയ. സോ ഇൻസ്റ്റെഡ് ഓഫ് ടു ബി ഏബിൾ ടു ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഓപ്പറൻസ് ഫ്രം ദ മെമ്മറി സോ ദ CISC പ്രോസസർ വുഡ് പ്രോബബ്ലി ഹാവ് എ ലോങ്ങർ സൈക്കിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് 1 millisecond 2 millisecondsലൊക്കെയാണ് റിസ്കിലെങ്കിൽ 5 to 10 മൈക്രോ സെക്കൻഡ്സിലൊക്കെ ആയിരിക്കും, മില്ലിയല്ല മൈക്രോ സെക്കൻഡ്സിലൊക്കെ ആയിരിക്കും നമ്മളുടെ CISC ആർക്കിടെക്ചറിൽ പ്രോസസ്സേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുക. സോ CISC വിൽ കൺസ്യൂം മോർ ക്ലോക്ക് സൈക്കിൾ ദാൻ RISC ആർക്കിടെക്ചർ. ആൻഡ് പോയിന്റ് പറയാൻ വിട്ടുപോയിരുന്നു, ഇതിൻ്റെ മെമ്മറി ഹാർഡ്വെയർ വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട് അതിൻ്റെ സർക്യൂട്ടും വളരെ ഇലാബറേറ്റഡ് സർക്യൂട്ടായിരിക്കും. ഹാർഡ്വെയർ ഇലാബറേറ്റഡ് ആയിരിക്കും. സോ അതിൻ്റെ വൺ ഓഫ് ദ നെഗറ്റീവ് ഒന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ ചിപ്പിൽ മോർ ഏരിയ, സർഫസ് ഏരിയ ആൻഡ് പവർ കൺസ്യൂം ചെയ്യും. സോ മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, മോർ എനർജി കൺസ്യൂം ചെയ്യും. ഇതൊക്കെ നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കും, ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് റിസ്കിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഡ് AR1 R2 R3 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ആഡ് പെർഫോം അഡീഷൻ R1 R2 R3. ദെൻ ഇൻ ദ രണ്ട് സിസ്റ്റം ഉണ്ട്. R1 എന്ന് നേരിട്ട് എഴുതും, R1 ഇൻ പാരാന്തസിസ് കൊടുക്കും, ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇൻസൈഡ് കണ്ടന്റ് റെപ്രസെൻറ്റ്സ് മെമ്മറി ലൊക്കേഷൻ. Okay, so memory location ആണ്. So R1 register is holding a memory address, R2 is holding a memory address, R3 is also holding a memory address. So what you mean by this instruction is supposed to do is എന്താണ്, R1 ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയിലെയും R2 ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയിലെയും R3 ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയിലെയും കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് R1 സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇതൊരു റിസ്ക് വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു മോഡലാണ്. ഇതേ മോഡൽ നമുക്ക്
സിസ്ക് ആർക്കിടെക്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സോ നമുക്ക് മിനിമം 4 ഇൻസ്ട്രക്ഷനെങ്കിലും വേണ്ടി വരും. സോ റിസ്കിൽ ഇത് ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് R1 പോയിൻറ്റ് ചെയ്യുന്നതും R2 ആൻഡ് R3 ഈ മെമ്മറി അഡ്രസ്സ് എല്ലാം പോയിൻ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ആഡ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് R1 ലോഡ് ചെയ്യണം. സോ സ്റ്റോറിങ് ഗെറ്റിംഗ് ദ ഡാറ്റ നടക്കുന്നുണ്ട്, അഡീഷൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ അഡീഷൻ നടക്കുന്നുണ്ട്, റിസൾട്ട് R1 സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതേ ഇൻസ്ട്രക്ഷൻ നമുക്ക് റിസ്ക് ആർക്കിടെക്ചറിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവില്ല. അതിന് പകരം R1 കണ്ടൻറ്റ് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും, R2 കണ്ടൻറ്റ് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും, R3 കണ്ടൻറ്റ് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. ദെൻ ഇതിനെല്ലാം ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. ദെൻ റിസൾട്ട് നമുക്ക് R1 സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. സോ നമ്മൾ ഇത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോഡ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണം. R4, അഡ്രസ് R2. സോ R2 കണ്ടൻറ്റ് നമ്മൾ ആദ്യം R4 കൊണ്ടുവന്നു. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷനായി. ദെൻ ലോഡ് R5, R3 കണ്ടൻറ്റ് നമ്മൾ R5 കൊണ്ടുവന്നു. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ആഡ് R6, R4, R5. സോ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കണ്ടൻറ്റ് രജിസ്റ്റേഴ്സിലാണ് ഇരിക്കുന്നത്. റിസ്കിലെ അഡീഷൻസ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്ന രജിസ്റ്ററിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ മെമ്മറി പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ ഡാറ്റയാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. സോ അത് റിസ്കിൽ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു. ദെൻ R6 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഓർ അക്യുമുലേറ്ററിലേക്ക് R4, R5 നമ്മൾ ആഡ് ചെയ്തു. സോ ഇൻസ്ട്രക്ഷൻ 1, ദെൻ 2, ദെൻ 3. സോ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. R2, R3 ആഡ് ചെയ്തിട്ട് നമ്മൾ R1 പോയിൻ്റ് ചെയ്യുന്ന മെമ്മറിയിൽ വെക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോറാണ്. സോ സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ST. ഓക്കെ, ST ടു ദ മെമ്മറി പോയിൻറ്റഡ് ബൈ R1. ദെൻ റിസൾട്ട് നമ്മൾ പ്രീവിയസ് അഡീഷൻ റിസൾട്ട് എന്ന് പറയുന്നത് R6. ഓക്കെ, സോ റിസ്ക് ആർക്കിടെക്ചറിൽ ഈ 4 ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന വർക്ക് സിസ്ക് ആർക്കിടെക്ചറിൽ ഈ ഒറ്റ ഇൻസ്ട്രക്ഷൻ കൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി പറഞ്ഞതാണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേഷൻ കോഡ് ഉണ്ട്. ഓപ്പറാൻഡ് വരും, ഓപ്പറേഷൻ കോഡ് ഓപ്പറാൻഡ്, ഓപ്പറേഷൻ കോഡ് ആൻഡ് ഓപ്പറേഷൻ കോഡ് ഓപ്പറാൻഡ്. സോ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 to 8 മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിരിക്കും. അതേസമയം സിസ്കിലെ ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ടെന്ന് പറയുന്നത് ഒരു 2 byte ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ മാക്സിമം 3 byte ഇൻസ്ട്രക്ഷനോ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മളുടെ സിസ്ക് ആർക്കിടെക്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പയർഡ് ടു റിസ്ക് ആർക്കിടെക്ചർ. ഓക്കെ, നെക്സ്റ്റ് സോ നമ്മൾ പറഞ്ഞു സിസ്ക് അച്ചീവ്സ് എ പെർഫോമൻസ് അഡ്വാൻറ്റേജ് ബൈ ഡെൻസർ പ്രോഗ്രാം. സിസ്കിൻ്റെ ഒരൊറ്റ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സൈസ് കുറഞ്ഞതായിരിക്കും. സോ ഡെൻസർ പ്രോഗ്രാമാണ്. അതേസമയം റിസ്കിൻ്റേത് വളരെ എലാബറേറ്റ് ആയിട്ടുള്ളത് പ്രോഗ്രാം ആയിരിക്കും. മോർ ഏരിയ അത് കൺസ്യൂം ചെയ്യും. സോ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു സിസ്ക് ആർക്കിടെക്ചറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. സോ ഇവിടെ മോഡലിൽ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിന് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിൽ നിന്ന് നമ്മൾ ആദ്യം അതിലേക്ക് പ്രോഗ്രാം കൗണ്ടറിൽ കണ്ടൻറ്റ് വെച്ച് പോയിൻ്റ് ചെയ്യും. ദെൻ അതിൽ നിന്ന് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ് ഫെച്ച് ചെയ്യും. ദെൻ അതിനെ നമ്മൾ ഡീകോഡ് ചെയ്യും. ദെൻ ഡാറ്റ ഫെച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ മൂവ് A,#31 ആണെങ്കിൽ മൂവ് A, റിസൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ് എവിടെയാണ് എന്നുള്ള പ്രോഗ്രാം കൗണ്ടറിലായിട്ടായിരിക്കുക. പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് മൂവ് എയുടെ കോഡ് ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യും. ദെൻ 31 എന്ന് പറയുന്ന ഡാറ്റ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉപയോഗിച്ച് ഇതെന്താണെന്ന് മൈക്രോപ്രോസസർ സ്ട്രക്ചർ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഒരു ഡാറ്റ വേണമെന്ന്. ആ ഡാറ്റയെ മൈക്രോപ്രോസസർ ഫെച്ച് ചെയ്യും. സോ ഈ ഇത്രയും ഓപ്പറേഷൻസ് മൈക്രോ കൺട്രോളർ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യും, അല്ലെങ്കിൽ സെയിം ഇൻസ്റ്റൻറ്റിൽ ചെയ്യും. ചെറിയൊരു ഡിഫറൻസിൽ ഇത് എത്രയും കാര്യങ്ങൾ ചെയ്യും. ദെൻ അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ എന്താണോ അല്ലെങ്കിൽ 31 ലോഡ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഇവിടെയായിരിക്കും. അതിനുശേഷം സ്റ്റോർ ഓപ്പറേഷൻസ്. സോ ഇത്രയും ലെസ് സ്പാനിൽ നമ്മളുടെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ ഈ ഓപ്പറേഷൻസ് മൊത്തം ചെയ്യും. അതാണ് നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. ഇത്രയെല്ലാം ഒരേ സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ പെർഫോം ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
So this is about the CISC structure. Now let us move to RISC architecture. RISC എന്ന് പറയുന്നത് reduced instruction set architecture and is a type of microprocessor architecture that utilizes a small highly optimized set of instructions കോംപ്ലക്സിനെ അപേക്ഷിച്ച് കോംപ്ലക്സിൽ വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള സൈസ് കൂടിയ ഇൻസ്ട്രക്ഷൻ ആണ്, കോംപ്ലക്സ് ആയിരുന്നു. ഇവിടെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, highly optimized instructions ആയിരിക്കും. Then rather than more specialized set of instructions often found in other types of architecture. അപ്പോൾ കോംപ്ലക്സ് സിസ്കിലെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അതിൻ്റേതായ ആർക്കിടെക്ചറും അതിൻ്റേതായ ഇൻസ്ട്രക്ഷൻസും അതിൻ്റേതായ ഡിസൈനും ഉണ്ടായിരിക്കും. അതേസമയം റിസ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഫെമിലർ അല്ലെങ്കിൽ സിമ്പിളായ ഓപ്പറേഷൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, ഒപ്റ്റിമൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അതിൻ്റെ അകത്തുള്ള എല്ലാം ഫിക്സഡ് ലെങ്ത്തിലുള്ള ചെറിയ 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 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും റിസ്ക് ആർക്കിടെക്ചറിൽ ഉള്ളത്. Then RISC features one cycle execution time. One cycle execution time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോപ്രോസസ്സറിൻ്റെ സിസ്കിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചിരുന്നു. അത് മൈക്രോപ്രോസസ്സർ ഡാറ്റ ഫെച്ച് ചെയ്യും, ദെൻ ഡാറ്റ റീഡ് ചെയ്യും, ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യും, ദെൻ അതിനുശേഷം ഈ ഓപ്പറേഷൻസ്. സോ ഓരോ ക്ലോക്ക് സൈക്കിൾസിലും ആയിരിക്കും ഈ ഇൻസ്ട്രക്ഷൻസ് ഓരോന്നിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. ഫെച്ച് ചെയ്യുമ്പോൾ ഒരു ടൈം, ദെൻ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഡാറ്റ ഡീകോഡ് ചെയ്യും, ഓക്കെ, അതിന് വേറെ ടൈം, ദെൻ അടുത്ത ഇൻസ്ട്രക്ഷനിൽ അടുത്ത മെഷീൻ കോഡിൽ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഡാറ്റയെ റീഡ് ചെയ്യും, അടുത്ത മെഷീൻ സൈക്കിളിൽ ഡാറ്റയെ റൈറ്റ് ചെയ്യും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് മെഷീൻ സൈക്കിൾസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ സൈക്കിൾ വരുന്നതാണ് നമ്മൾ സിസ്ക് എന്ന് പറയുന്നത്. അതേസമയം റിസ്കിലെ എല്ലാ ഓപ്പറേഷനും ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വർക്ക് എന്താണോ അത് വൺ സൈക്കിൾ എക്സിക്യൂഷൻ, അതിന് ആണ് നമ്മൾ CPI എന്ന് പറയുന്നത്, ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അത് എന്ന് പറയുന്നത് ക്ലോക്ക് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വൺ സൈക്കിളായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരൊറ്റ ക്ലോക്ക് സൈക്കിളിൽ ആ ഓപ്പറേഷൻ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ചെയ്യും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം ഐഡിയലി ഒറ്റ സൈക്കിൾ അത് ചെയ്യും. ദിസ് ഇസ് ഡ്യൂ ടു ദി ഒപ്റ്റിമൈസേഷൻ ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഓൺ ദ CPU. ഒപ്റ്റിമൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ്, വളരെയധികം റിസർച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, വളരെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് ഒറ്റ ഫെച്ചിൽ അതിൻ്റെ അല്ലെങ്കിൽ ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ അതിൻ്റെ ഓപ്പറേഷൻസ് അതിന് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ പൈപ്പ്ലൈനിങ്. ഓക്കെ, ആ റിസ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ ഫീച്ചറാണ് പൈപ്പ്ലൈനിങ് എന്ന് പറയുന്നത്. എ ടെക്നിക് ദാറ്റ് അലൗസ് ഫോർ സൈമിൾട്ടേനിയസ് എക്സിക്യൂഷൻ ഓഫ് പാർട്സ് ഓർ സ്റ്റേജസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു മോർ എഫിഷ്യൻ്റ്ലി പ്രോസസ് ഇൻസ്ട്രക്ഷൻ. മോർ എഫിഷ്യൻ്റ്ലി പ്രോസസ് ദ ഇൻസ്ട്രക്ഷൻസ്. ഒരു ഇൻസ്ട്രക്ഷൻസിന് എഫിഷ്യൻ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് ആർക്കിടെക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആർക്കിടെക്ചറൽ ഫീച്ചറാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് പെർഫോം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ദ സെയിം ടൈം. വൺ ക്ലോക്ക് സൈക്കിൾ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒറ്റ ഇൻസ്ട്രക്ഷൻ അല്ല ഒറ്റ സമയത്ത് ഒരൊറ്റ ക്ലോക്ക് സൈക്കിൾ ചെയ്യുക, അതിന് പകരം ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയിരിക്കും ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സമയം സേവ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെയിറ്റ്. റിസ്ക് ഹാസ് എ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പാരലലിസം ത്രൂ പൈപ്പ് ലൈനിങ്. ആദ്യത്തെ പോയിന്റ് തന്നെയാണ്. പൈപ്പ് ലൈനിങ് പ്രോസസ്സ് ഉപയോഗിച്ച് പാരലൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈം ഇവിടെ സേവ് ചെയ്യുന്നത്. റിസ്ക് ആർക്കിടെക്ചറിൽ ടൈം സേവ് ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലാതെ ഏതെങ്കിലും പാർട്ട് അവോയ്ഡ് ചെയ്തിട്ടല്ല. സിസ്കിലുള്ള എല്ലാ പ്രോസസ്സും നമ്മളുടെ ആർക്കിടെക്ചറൽ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പെർഫോം ചെയ്യും. പക്ഷേ പാരലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ ടൈം സേവ് ചെയ്യുന്നത്. സോ മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ടോട്ടൽ ഓപ്പറേഷൻസ് നമുക്ക് 5 യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് ആർക്കിടെക്ചറിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് IF ആണ്. IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ, പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ ആണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. IF എന്നാണ് ഇനി നമ്മൾ സിമ്പിളായിട്ട് എഴുതുള്ളൂ. ദെൻ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇൻസ്ട്രക്ഷൻ ഡീകോഡ്. അടുത്ത ഓപ്പറേഷനിൽ EX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട്. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ MA എന്ന് പറയുന്നത് മെമ്മറി ആക്സസ്. എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് വയ്ക്കാനുള്ള മെമ്മറിയിൽ ആക്സസ് ചെയ്യുക. ദെൻ WB എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ബാക്ക്.
സോ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഇത്രയുമായിരിക്കും. ഈ ഇൻസ്ട്രക്ഷൻസിനെ ആദ്യം ഫെച്ച് ചെയ്യണം, ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, ഡീകോഡ് ചെയ്യുമ്പോൾ എന്താണോ ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ വർക്ക് ചെയ്യുക, ദെൻ വർക്ക് ചെയ്ത റിസൾട്ട് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് മെമ്മറിയിൽ ആക്സസ് ചെയ്യുക, ദെൻ മെമ്മറി ടു റൈറ്റ് ചെയ്യുക. ഇത്രയും ഓപ്പറേഷൻസാണ് നമ്മളുടെ റിസ്കിൽ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ചെയ്യുക. സോ ഈ ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇത് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ 1 by 1 ആയിരിക്കും. സോ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മൈക്രോ പ്രോസസ്സർ പെർഫോം ചെയ്യുന്ന സമയം. ഫോർ എക്സാമ്പിൾ ഈ 5 ബ്ലോക്കും നമുക്കിവിടെ കാണിക്കാം. 1 2 3 4 5. സോ ആദ്യത്തെ ഇൻസ്ട്രക്ഷനെ അത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, ദെൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, ദെൻ മെമ്മറി ആക്സസ് ചെയ്തു, ദെൻ റൈറ്റ് ബാക്ക് ചെയ്തു. ഇതാണ് എന്താണോ ഇൻസ്ട്രക്ഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും ഓപ്പറേഷൻ ആയിരിക്കും നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചറിൽ ചെയ്യുക. ഓക്കെ, സോ ഇത് ഒറ്റ ക്ലോക്ക് സൈക്കിളാണ്. സോ ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഇൻസ്റ്റൻസ് ആണ് നമ്മളെ ഈ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത്. സോ നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചറിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡീകോഡ് ചെയ്തു, അടുത്ത സ്റ്റേജിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, അടുത്ത സ്റ്റേജിൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു. ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ കോഡ് ഫെച്ച് ചെയ്യും. സോ 1 2 3 4 5. സോ ഇവിടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഇവിടെ ഫെച്ച് ചെയ്യും, ദെൻ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും, ദെൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ മെമ്മറി ആക്സസ് ചെയ്യും, ദെൻ റൈറ്റ് ബാക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം ടൈമിലാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ഓഫ് ദ ഹാർഡ്വെയർ ഫ്രീ ആയിരിക്കും. ആ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള യൂണിറ്റിനെ ഈ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്യും. അടുത്ത ഇൻസ്ട്രക്ഷനെ അത് ഫെച്ച് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അത് അടുത്ത ക്ലോക്ക് സൈക്കിൾ വരെ വെയിറ്റ് ചെയ്യില്ല. ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ഫ്രീ ആയി. ആ സമയത്ത് തന്നെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാനുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4. സോ ഇവിടെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ദെൻ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ്, ദെൻ മെമ്മറി ആക്സസ്, ദെൻ റൈറ്റ് ബാക്ക്. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ, നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ഫ്രീ ആയിരിക്കും. ആ സമയത്ത് എന്താ ചെയ്യുക? നാലാമത്തെ ഇൻസ്ട്രക്ഷനെ അത് ഫെച്ച് ചെയ്യും. സോ ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ദെൻ എക്സിക്യൂട്ട്, ദെൻ മെമ്മറി ആക്സസ്, ദെൻ റൈറ്റ് ബാക്ക്. അതേസമയം തന്നെ അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫെച്ച് കംപ്ലീറ്റ് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷന്, അതായത് നാലാമത്തെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷനെ അവർ ഫെച്ച് ചെയ്യും. 1 2 3 4 5. So here instruction decode, then execute, then memory access, then write back. ഓക്കെ, സോ ഒരു ഇൻസ്റ്റൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ സെയിം ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഒരേ സമയത്ത് റൈറ്റ് ബാക്ക് നടക്കുന്നുണ്ട്, മെമ്മറി ആക്സസ് നടക്കുന്നുണ്ട്, എക്സിക്യൂട്ട് നടക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് നടക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് 5 ഇൻസ്ട്രക്ഷൻ്റെ ആയിരിക്കും. ഒറ്റ ഇൻസ്ട്രക്ഷൻ്റെ 5 ഓപ്പറേഷനും സെയിം ഇൻസ്റ്റൻറ്റിൽ അത് ഒരിക്കലും ചെയ്യില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. ഈ പാരലലിസം എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ ഈ ഇത്രയും ഓപ്പറേഷൻ നടക്കുന്നത് ഈ ഒറ്റ ക്ലോക്ക് സൈക്കിളിലായിരിക്കും. സോ അങ്ങനെയാണ് പ്രോസസ്സർ ആർക്കിടെക്ചറിൽ ഈ ടൈം സേവിങ് റിസ്ക് ആർക്കിടെക്ചറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് പാരലിസം എന്ന് പറയുന്നത്. പാരലൽ പ്രോസസ്സിങ് ചെയ്യുക, പാരലായിട്ട് 5 ഇൻസ്ട്രക്ഷൻ. സോ ഇവിടെ മെമ്മറി ആക്സസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻസിന് റൈറ്റ് ബാക്ക് നടക്കുന്നുണ്ട്, ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ 6ാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് നടക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സമയം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്ക് ഈ 5 ഓപ്പറേഷൻസ് ഒരുമിച്ച് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിനെയാണ് റിസ്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇവിടെയാണ് റിസ്കിൻ്റെ ബ്യൂട്ടി. ഈ സെയിം ഇൻസ്റ്റൻറ്റിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസിൻ്റെ പാർട്ടും ഒരുമിച്ചത് പെർഫോം ചെയ്യും. സോ അതാണ് നമ്മളുടെ റിസ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ദെൻ ലാർജ് നമ്പർ, അടുത്ത ഫീച്ചർ അതിൻ്റെ അകത്ത് റിസ്ക് സ്ട്രക്ചറിൽ ആർക്കിടെക്ചറിലെല്ലാം നമ്പർ ഓഫ് രജിസ്റ്റേഴ്സിൻ്റെ കൂടുതലായിരിക്കും. കാരണം ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഡാറ്റ എല്ലാം നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ രജിസ്റ്ററിലേക്ക് ലോഡ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തിരിക്കും ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ഇറ്റ്സ് എക്സിക്യൂഷൻ. സിസ്കിൽ അത് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് റിസൾട്ട് റൈറ്റ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ റിസ്കിൽ വരുമ്പോൾ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് കൂടുതലാണ്. ഓപ്പറാൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ എല്ലാം ഈസ് സപ്പോസ് ടു ബി കോപ്പി ടു ദ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് സമയം മതി അതിൻ്റെ ഇൻറ്റേർണൽ രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട്. അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. സോ ടോട്ടലി ടൈം സേവിങ് ആൻഡ് എനർജി സേവിങ് ആണ്, ആൻഡ് സ്പീഡ് ആണ് നമ്മൾ റിസ്ക് ആർക്കിടെക്ചർ കൊണ്ട് എയിം ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിസ്ക് ആർക്കിടെക്ചർ ഈസ് ഹാവിങ് ലോഡ് ബാർ സ്റ്റോർ ആർക്കിടെക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ മീൻസ് ദാറ്റ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻ ഡു നോട്ട് യൂസ് ഓപ്പറാൻഡ് അറ്റ് ദ മെമ്മറി ബട്ട് ഓപ്പറാൻഡ്സ് മസ്റ്റ് ഫസ്റ്റ് ലോഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും റിസ്ക് ആർക്കിടെക്ചറിലെ സ്ട്രക്ചർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓപ്പറാൻഡ്സ് മെമ്മറിയിൽ നിന്നല്ല റീഡ് ചെയ്യുന്നത്. ഇൻസ്റ്റഡ് വിൽ ബി റീഡിങ് ഫ്രം ദ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്. അതുപോലെ റിസൾട്ടും റൈറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ രജിസ്റ്ററിലേക്ക് ആയിരിക്കും. അതിനെയാണ് ലോഡ് ബാർ സ്റ്റോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് റിസ്കിൻ്റെ ഒരു ഫീച്ചറാണ്. 1 ഇൻസ്ട്രക്ഷൻ പെർ എക്സിക്യൂഷൻ റേറ്റ്, 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ എക്സിക്യൂഷൻ റേറ്റ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ അല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്, 5 ഇൻസ്ട്രക്ഷൻ്റെ 5 പാർട്ട് ഒറ്റ ഇൻസ്റ്റൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ CPI 1 ആക്കുന്നത്. സോ ഓൺ ആൻ ആവറേജ് വി ക്യാൻ സേ മൈക്രോ പ്രോസസ്സർ ഓർ ആർക്കിടെക്ചർ ഈസ് executing 1 instruction fully in 1 ക്ലോക്ക് സൈക്കിൾ. അതാണ് ക്ലോക്ക് പെർ സൈക്കിൾ 1 ആകാൻ കാരണം. സിസ്കിൻ്റെ CPI എന്ന് പറയുന്നത് 10 to 20 റേഞ്ചിലൊക്കെ ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദ ആർക്കിടെക്ചർ. സോ പോസിബിൾ ഓൺലി ത്രൂ യൂസ് ഓഫ് പൈപ്പ് ലൈൻ. നമ്മൾ പൈപ്പ് ലൈനിങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പൈപ്പ് ലൈൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ CPI 1 ആക്കുന്നത്. ഒപ്റ്റിമൈസ്ഡ് കമ്പൈലർ. സോ അതിൻ്റെ കമ്പൈലേഴ്സ് എല്ലാം ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് കമ്പൈലർ ഒപ്റ്റിമൈസ്. നോൺ ക്ലോസ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ ആർക്കിടെക്ചർ ആൻഡ് ദ കമ്പൈലർ നോസ് അബൌട്ട് ദ പൈപ്പ് ലൈൻ. സോ കമ്പൈലർ റിസ്കിൻ്റെ കമ്പൈലേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ രീതിയിലായിരിക്കും. അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെതായ രീതിയിലായിരിക്കും. സോ കമ്പൈലർ ബേസ്ഡ് ആണ് നമ്മളുടെ സിസ്ക് പ്രോസസ്സസ് എന്നൊക്കെ പറയുന്നത്. അത് വേറൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഹവാർഡ് ആർക്കിടെക്ചറാണ് നമ്മളുടെ റിസ്കിൽ ഉപയോഗിക്കുന്നത്. സോ ഓൺ ഹ്യൂമൻ ആർക്കിടെക്ചർ ആയിരിക്കും നമ്മളുടെ സിസ്കിലുള്ളത്. ഹാർഡ്വാർഡാണ് നമ്മൾക്ക് റിസ്കിലുള്ളത്. ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ സെപ്പറേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ക്യാഷ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് മെമ്മറി ബാൻഡ് വിഡ്ത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹാർഡ്വാർഡ് ആർക്കിടെക്ചറിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ കോഡും ഡാറ്റയും ഡിഫറെൻറ്റ് മെമ്മറി ബ്ലോക്കിലായിരിക്കും. അത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെഗറ്റീവ്, റിസ്കിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നത് ഓപ്പറേഷൻസ് മൈറ്റ് നീഡ് 2, 3 ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് ടു അക്കംപ്ലിഷ് എ ടാസ്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു സിസ്കിലാണെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷനിൽ അവർ ഇൻസ്ട്രക്ഷനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ബട്ട് വെൻ കംസ് ടു അവർ റിസ്ക് ആർക്കിടെക്ചർ ദാറ്റ് വി നീഡ് ടു ഇംപ്ലിമെൻറ്റ് ബൈ യൂസിങ് 2, 3 ഓർ മോർ ഇൻസ്ട്രക്ഷൻസ്. ഒരേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാമർ ചെയ്ത് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ കമ്പൈലറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത്രയും ഇൻസ്ട്രക്ഷൻസിനെ ആ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. സോ മോർ മെമ്മറി ആക്സസ് മൈറ്റ് ബി നീഡഡ്. കുറേ മെമ്മറി, കുറേ ലൊക്കേഷൻസ്, കുറേ വർക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് ടൈംസ് മെമ്മറി ആക്സസ് വേണ്ടി വരും. എക്സിക്യൂഷൻ സ്പീഡ് മേ ബി റെഡ്യൂസ്ഡ് ഇൻ സർട്ടൺ ആപ്ലിക്കേഷൻസ്. റിസ്കിൽ നമ്മൾ പറഞ്ഞു CPI 1 ആണെങ്കിലും ചില കേസിൽ എക്സിക്യൂഷൻ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. ഹോൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈം നോക്കുമ്പോൾ അത് കുറയാൻ സാധ്യതയുണ്ട്. ദെൻ യൂഷ്വലി ലീഡ്സ് ടു ലോങ്ങർ പ്രോഗ്രാം. പറഞ്ഞു സിമ്പിൾ പ്രോഗ്രാം വെച്ച് സിസ്കിൽ ചെയ്യുമ്പോൾ ഒറ്റ ഇൻസ്ട്രക്ഷൻ സിസ്കിൽ ചെയ്യുന്നത് റിസ്കിൽ 4 or 5 ഇൻസ്ട്രക്ഷൻസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ലോങ്ങർ പ്രോഗ്രാം ആയിരിക്കും. സോ മെമ്മറി കൺസ്യൂം ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റാം കൺസംഷനും കൂടുതൽ
കൂടുതലായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണ്? ഡിഫിക്കൽട്ട് പ്രോഗ്രാം ഇൻ മെഷീൻ ലെവൽ. സിസ്കിൽ നമുക്ക് പ്രോഗ്രാംസൊക്കെ മെഷീൻ ലെവൽ ചെയ്യാൻ പറ്റും. 8051 ഒക്കെ മെഷീൻ ലെവലിൽ അല്ലെങ്കിൽ അസംബ്ലി ലെവലിൽ നമുക്ക് പ്രോഗ്രാം കോഡ് എളുപ്പമാണ്. ബട്ട് സിസ്കിലുള്ള മൈക്രോ പ്രോസസ്സേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെ കമ്പൈലർ വെച്ചിട്ടാണ് നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ് പറ്റുള്ളൂ. സോ കമ്പൈലറാണ് അതിൻ്റെ എന്താണ് ഓപ്കോഡും ഓപ്പറാൻഡൊക്കെ മാനേജ് ചെയ്യുന്നത് കമ്പൈലറാണ്. നമുക്ക് അതിൻ്റെ ഓപ്പറാൻഡും അഡ്രസ്സും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ജനറേറ്റ് ചെയ്യുന്ന ഒപ്റ്റിമൈസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ സൈസും കൂടുതലാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ റിസ്കിൻ്റെ നെഗറ്റീവായിട്ട് വരുന്നത്. ദെൻ നമുക്ക് ഉള്ളതൊരു കമ്പാരിസനാണ്. റിസ്ക് സിസ്കിൻ്റെ കമ്പാരിസൺസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസ്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ആർക്കിടെക്ചർ. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ബട്ട് നമുക്കൊരു ചാർട്ടായിട്ട് ഉണ്ട്. ഇതിങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് ആൻസറാക്കി വെച്ച് നോക്കണം. ഓക്കെ, സോ നമുക്ക് സ്ട്രക്ചർ കമ്പയർ ചെയ്യാം. സിസ്ക് ആൻഡ് റിസ്ക്. ഫസ്റ്റ് സിസ്ക് സ്ട്രക്ചർ, ദെൻ റിസ്ക് സ്ട്രക്ചർ. ദെൻ സിസ്കിലെ ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം 120 to 350. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിരിക്കും. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റിലെ എല്ലാ പോസിബിലിറ്റീസും ഇൻസ്ട്രക്ഷൻ്റെ ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് റിലേറ്റീവ്ലി ഫ്യൂവർ ഇൻസ്ട്രക്ഷൻ ലെസ് ദാൻ 100. കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുള്ളൂ. സോ നമ്മൾക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻസ് എല്ലാം ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പൈലർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് റിസ്ക് വരുന്നത്. ലെസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സിസ്ക് മോർ ഇൻസ്ട്രക്ഷൻസ്. എംപ്ലോയീസ് എ വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സ് ആൻഡ് ലാർജർ നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ്. ഡേറ്റ ടൈപ്സ് ഡിഫറെൻറ്റ്, മോർ ഡേറ്റ ടൈപ്സ് ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സും, അതായത് എല്ലാ പോസിബിലിറ്റിയിലുള്ള ഇൻസ്ട്രക്ഷൻസും അവർ ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, പോസിബിൾ ആയിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ്സ് ഉപയോഗിച്ചിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അഡ്രസ്സിംഗ് മോഡ്സ് കൂടുതലാണ്. So, and opposite relatively fewer addressing modes in RISC architecture. Variable length instruction format. ചില ഇൻസ്ട്രക്ഷൻ 16-bit ആയിരിക്കും, ചില ഇൻസ്ട്രക്ഷൻ 24-bit ആയിരിക്കും, ചില ഇൻസ്ട്രക്ഷൻ 32-bit ആയിരിക്കും. സോ ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ളതായിരിക്കും. വേർഡ് ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻസിൻ്റേത്. ബട്ട് ഫിക്സഡ് ലെങ്ത് ഇൻസ്ട്രക്ഷൻസ് യൂഷ്വലി 32-bits, ഈസി ടു ഡീകോഡ് ഇൻസ്ട്രക്ഷൻസ് സിമ്പിൾ ആയതുകൊണ്ട് ഹാർഡ്വെയറിൻ്റെ ഡീകോഡിംഗ് യൂണിറ്റിനും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതിയായിരിക്കും. അതിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. സോ ഡിഫറെൻറ്റ് ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. നമ്പർ ഓഫ് ബിറ്റ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഫിക്സ്ഡ് ഇൻ റിസ്ക് സ്ട്രക്ചർ. ഇൻസ്ട്രക്ഷൻ മാനിപ്പുലേറ്റ് ഓപ്പറാൻഡ്സ് റിസൈഡിങ് ഇൻ മെമ്മറി. അപ്പോൾ സിസ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിന് അറിയാം അതിൻ്റെ ഡാറ്റ ഇരിക്കുന്നത് എക്സ്റ്റേണൽ മെമ്മറിയിലായിരിക്കുമെന്ന്. But in RISC structure mostly registers to register operations. അല്ലെങ്കിൽ ഓപ്പറാൻഡ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റയും രജിസ്റ്ററിലായിരിക്കും, അതിൻ്റെ റിസൾട്ട് റൈറ്റ് ചെയ്യേണ്ടതും രജിസ്റ്ററിലേക്കായിരിക്കും. ഓക്കെ, then small code size and high cycles per second. Small കോഡ് സൈസ് ഓൾറെഡി പറഞ്ഞതാണ്. പ്രോഗ്രാം കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ കോംപ്ലക്സിറ്റി കാരണം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്താൽ മതി. സോ കോഡ് സൈസ് വളരെ കുറവായിരിക്കും. ഹൈ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ സൈക്കിൾസ് എണ്ണം കൂടുതലായിരിക്കും, നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുതലായിരിക്കും. ലോ സൈക്കിൾസ് പെർ സെക്കൻഡ് ആൻഡ് ലാർജ് കോഡ് സൈസ് പറഞ്ഞ പോയിൻ്റാണ്. പ്രോഗ്രാം കോഡിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. മെമ്മറി ടു മെമ്മറി, ലോഡ് ആൻഡ് സ്റ്റോർ ഇൻകോപ്പറേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. ലോഡ് ആൻഡ് സ്റ്റോർ ഇൻകോപ്പറേറ്റ്, ലോഡ് ചെയ്യുക ദെൻ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും സിസ്കിൽ ഉണ്ടാകുന്നത്. ദെൻ രജിസ്റ്റർ ടു രജിസ്റ്റർ, ലോഡ് ആൻഡ് സ്റ്റോർ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. സിസ്കിൽ ലോഡ് ആൻഡ് സ്റ്റോർ എന്ന് പറയുന്ന ഒറ്റ ഇൻസ്ട്രക്ഷനിൽ വരുമെന്നാണ് പറയുന്നത്. അതാണ് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻകോപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലോഡ് ആൻഡ് സ്റ്റോർ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. സെപ്പറേറ്റ് ആണ് ലോഡും സ്റ്റോറും. അതെല്ലാം രജിസ്റ്ററിൽ നിന്നായിരിക്കും. സ്റ്റോർ ചെയ്യേണ്ടതും രജിസ്റ്ററിലാണ്, ലോഡ് ചെയ്യുന്നതും രജിസ്റ്ററിൽ നിന്നാണ്. സ്മോൾ കോഡ് സൈസ്, ഹൈ സൈക്കിൾസ് പെർ സെക്കൻഡ് ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്, റിപ്പീറ്റേഷനാണ്, കൈൻഡ്ലി അവോയ്ഡ്. ദെൻ the number of cycles per instructions varies from 1 to 20 depending on the type of instruction. അപ്പോൾ ഓൾറെഡി പറഞ്ഞാണ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് വളരെ കൂടുതലാണ്. സിസ്കിൽ 1 to 20 ആയിരിക്കും അതിൻ്റെ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതേസമയം നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഈസ് 1 ആസ് ഇറ്റ് യൂസസ് പൈപ്പ്ലൈനിങ്. GPRS varies from 8 to 32 but no support is available for parameter passing and functions call. സോ ഇതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെഷീൻ ലെവൽ
പ്രോഗ്രാമിംഗ് ഒക്കെ ആയിരിക്കും. സോ അതിൻ്റെ അകത്ത് ഫംഗ്ഷണൽ കോളൊക്കെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഫംഗ്ഷൻ പാരാമീറ്റർ പാസിങ്ങും ഫംഗ്ഷൻ കോളും അതൊക്കെ നമ്മളുടെ അസംബ്ലറിൽ അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രോഗ്രാമിൽ വരുന്ന ഒരു ഫീച്ചേഴ്സാണ്. അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറവാണ്. ബട്ട് റിസ്കിലേക്ക് വരുമ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. നമുക്ക് ഈ പറയുന്ന പാരാമീറ്റർ പാസിങ്ങും ഫംഗ്ഷൻ കോൾ ഉപയോഗിച്ചിട്ടുള്ള ഹൈ ലെവൽ പ്രോഗ്രാംസൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റും. ഇതിൽ റിസ്കിൽ പറ്റും. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റാണ്. ഹാർഡ് വയേർഡ് കൺട്രോൾ യൂണിറ്റാണ്. കൺട്രോൾ യൂണിറ്റിൻ്റെ കമ്പാരിസനാണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എംഫസിസ് ഓൺ ഹാർഡ്വെയർ. സോ സിസ്ക് അത് ഹാർഡ്വെയറിലാണ് അതിൻ്റെ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ് മെയിൻ. അതിൻ്റെ മാനുഫാക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ടിങ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് ദ കമ്പാരിസൺസ് ബിറ്റ്വീൻ RISC ആൻഡ് CISC ആർക്കിടെക്ചർ.